ഹലോ ഗായ്സ്, വെൽക്കം ടു റിയൽ ടോയ്സ്. സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും കുറച്ച് ലൈക്കൊക്കെ തരിക. അതോടൊപ്പം വീഡിയോ ഇൻഫർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ബ്ലമ്മിൻ്റെ മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. എന്താ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലമ്മിൻ്റെ എലിജിബിലിറ്റി ചെക്കർ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അത് ചില ആൾക്കാർക്ക് അവൈലബിൾ ആണ്, ചില ആൾക്കാർക്ക് ഇപ്പോൾ അത് അവിടെ കാണുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എലിജിബിലിറ്റി ചെക്കർ അവർ നാളെ മറ്റന്നായിട്ട് തന്നെ ഫുള്ളി അനൗൺസ്മെൻറ്റ് വഴി തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എലിജിബിൾ ആണ്, അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ നോക്കുന്നത് 1 lakh ബ്ലം പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 750 മീം പോയിന്റ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ മുമ്പ് തന്നെ ഇല്ലെങ്കിൽ പണ്ട് തന്നെ പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി 0.1 0.2 സംതിങ് ടോണൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എലിജിബിൾ ആണ്. ഞാൻ ഒരു പ്രാവശ്യമാണ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എലിജിബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 റഫറൽ നിങ്ങൾക്ക് വേണം. 2 റഫറൽ എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാസ്ഡ് സിബിൽ ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിബിൽ ചെക്കിൽ എലിജിബിൾ ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്താണ് കാരണമെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ ഒരു ഫേക്കിംഗ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യമായിരിക്കും. നമുക്ക് ഒരു സിബിൽ ചെക്കിൽ നിങ്ങൾക്ക് അത് ഇൻഡു മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം. അപ്പോൾ ഈ ഒരു എലിജിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, എവിടെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അവർ ഒരു ഓപ്ഷൻ അവർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു ബ്ലമ്മിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാന്നുണ്ടെങ്കിൽ ന്യൂ ലിസ്റ്റിംഗ് ബി മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. അതൊന്ന് സ്വൈപ്പ് ചെയ്യുക. അങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ബ്ലമ്മിൻ്റെ എലിജിബിലിറ്റി ചെക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് എലിജിബിൾ ആണോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലം എയർ ഡ്രോപ്പ് ചെക്കർ ലൈവ് നോ ആം ഐ എലിജിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നോക്കിയ ആൾക്കാർക്കൊക്കെ നിങ്ങൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റും. നിങ്ങൾക്ക് ടോക്കൺ ഒന്നും കാണില്ല, നിങ്ങൾ എയർ ഡ്രോപ്പിലേക്ക് എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് കാണുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയി കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ബ്ലമ്മിൻ്റെ മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്. ബ്ലം എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജൂൺ 2nd വീക്കാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺ അലോക്കേഷനാണ് കിട്ടാൻ പോകുന്നത്, അത് എപ്പോഴാണ് അറിയാമെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ജൂൺ 1st വീക്ക് ആയിരിക്കും അറിയാൻ പോകുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ ആ സ്റ്റെപ്പൊക്കെ അവർ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഒരു എയർ ഡ്രോപ്പ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം, ഇല്ലെങ്കിൽ ആൾറെഡി തന്നെ ടെലിഗ്രാം എയർ ഡ്രോപ്പുകളിലൊക്കെ വളരെയധികം ഹോപ്പ് കമ്മിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ആൾറെഡി റീസെൻ്റ്ലി വളരെയധികം ഡിസപ്പോയിൻമെൻ്റ് ആണ് ഓരോ ടെലിഗ്രാം പ്രൊജക്റ്റും. അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിലും നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കരുത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസേഴ്സാണ് ഈ ഒരു ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ കളിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ളത്. അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇതിലൊരു എക്സ്പെക്റ്റേഷനൊക്കെ വെക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ വന്നത്. ബ്ലമ്മിൻ്റെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബോർഡിൽ കയറിയിട്ട് നിങ്ങൾക്ക് അവിടെ എലിജിബിലിറ്റി ചെക്കർ അവൈലബിൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.